ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് എവിടെയാണ്? പോപ്പുലർ ഫാം ഹൗസ്, പള്ളിച്ചലുള്ള പോപ്പുലർ ഫാം ഹൗസിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ടിക്കറ്റ് എടുക്കണം. 100 രൂപ പാസ്സുണ്ട്. കുട്ടികൾക്ക് 50 രൂപയും വലിയവർക്ക് 100 രൂപയാണ് പാസ്. അത് കഴിഞ്ഞ് കയറുമ്പോൾ തന്നെ ഫിഷ് തെറാപ്പി ഉണ്ട്, ഫിഷ് മസാജ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫിഷും ഒക്കെ കണ്ടിട്ട് അടുത്തതാണ് ഇങ്ങോട്ട് പോന്നു. ആദ്യമേ തന്നെ ഒരു ഇഗ്വാനേനെ എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇതാ ഈ കിടക്കണതെല്ലാം ഞാൻ പിടിച്ചതാണ്. ഇത് രണ്ടാമത്തെ തവണയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ അനക്കൊണ്ടയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇട്ടിരിക്കും. അനക്കൊണ്ട ഞാൻ അവിടെ കണ്ടില്ല. ഇനി കൊണ്ടുവരാനുള്ളതാണോന്നും അറിയത്തില്ല. ഞാൻ അത് ചോദിച്ചതുമില്ല, ഞാൻ വിട്ടു. പാവത്താന എടുത്തതുപോലെ അങ്ങനെ അങ്ങ് കിടക്കുവാണ്. പാവം. ഡെയിന് കാൻക്രോസ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇവൻ എണീറ്റ് നിന്നാലാണ് അവൻ്റെ ആ കറക്റ്റ് ഒരു രൂപമൊക്കെ നമുക്ക് മനസ്സിലാവണേ. പിന്നെ കുറച്ചധികം കുതിരകളുണ്ട് കേട്ടോ അവിടെ. ഒരുപാട് കുതിരകൾ കണ്ടായിരുന്നു. കൂടുതലും കുതിര എന്ന് തന്നെ പറയാം. കൂടുതലും കുതിര തന്നെയാണ്. ഒരു 5-6 എണ്ണം ഉണ്ടായിരുന്നു അവിടെ. ഇതൊരു ചെറിയ ഐറ്റം മക്കാവോ. ആ വെള്ളയൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എടുത്തതാണ്. ഇപ്രാവശ്യം പക്ഷേ അവരതൊന്നും പുറത്തോട്ട് ഇറക്കിയില്ല. ഈ 2 മക്കാവോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുറത്ത്. ഇവ എന്നെ കണ്ടുകൊണ്ട് ഓടി വന്ന് ഫോട്ടോയ്ക്കൊക്കെ പോസ് തന്നെ. ഇപ്പോൾ ഒരു നോട്ടമുണ്ട് കണ്ടോ, നിനക്ക് മതിയായില്ലേ? ഇവ ഒരു വികൃതി പിടിച്ച ആളാണ്. അങ്ങ് കിടന്ന് ഉറക്കമായിരുന്നു. എന്നെ കണ്ടുകൊണ്ട് കുറേ ഫോണിലൊക്കെ പിടിക്കാൻ നോക്കി, പക്ഷെ അകത്തായതുകൊണ്ട് ആശാന് കിട്ടിയില്ല. ഈ ആളെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എടുത്തതായിരുന്നു. പൈത്തണൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, കയ്യിലൊന്നും നിൽക്കുന്നില്ല. അവരൊക്കെ വലുതായി. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എല്ലാം കുട്ടികളായിരുന്നു. ഇപ്രാവശ്യം എല്ലാവരും വലുതായിട്ടുണ്ട്. കയ്യിൽ പിടിച്ചാൽ കിട്ടാത്തതുപോലെ അത്യാവശ്യം വലിപ്പം. ഇവനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കണ്ടതല്ലായിരുന്നേ. അടുത്ത് ഒട്ടകം കണ്ടു, പക്ഷി കണ്ടു. പിന്നെ എന്താണ്, അത് കഴിഞ്ഞ് നമ്മൾ ബേഡ്സിൻ്റെ ഫിഷ് തെറാപ്പി ഉണ്ട്. അത് 50 രൂപയാണ് അവർ ചാർജ് വെച്ചിട്ടുള്ളത് ഫിഷ് തെറാപ്പിക്ക്. അത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ പോയിക്കാം. ഒരു രക്ഷയില്ല കേട്ടോ. ഒരു വായും തുറന്നുകൊണ്ട് അത് ഫുഡ് കൊടുത്ത് ശീലിപ്പിച്ചിട്ടാണ് എല്ലാവരും നമ്മൾ പോണ ഭാഗത്തോട്ട് വന്നിന്ന് വായും തുറന്ന് ഇങ്ങനെ നിൽക്കുവാണ്. ആ മേളിലോട്ട് വന്ന് പാവം. നല്ല രസമായിരുന്നു. നല്ല കളർഫുള്ളും കുറച്ച് കൂടുതൽ കുഞ്ഞാണെങ്കിൽ ഒന്ന് പിടിച്ചോളാൻ വയ്യാണ്ട് അവളെടുത്ത് ചാടുന്നുണ്ടായിരുന്നു. അങ്ങനെ ബേഡ്സിൻ്റെ സെക്ഷനിലോട്ട് അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇത് നമുക്ക് അകത്ത് കയറി ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ ഫീഡ് എടുക്കുമ്പോൾ തന്നെ കയ്യിലൊക്കെ വന്നിരിക്കും. അവർ നല്ല വെൽ പ്രാക്ടീസുള്ള ബേഡ്സാണ്. കണ്ടില്ലേ, കയ്യിലൊക്കെ വന്നിരുന്ന് കഴിച്ചോളും. അത് അവർ ഇതിൻ്റെ ഫുഡ് തന്നെ ഡപ്പിയിലാക്കി അവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട് വരുന്നവർക്ക് എടുത്ത് കൊടുക്കാനായിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയതിനേയും കാട്ടി ബേഡ്സ് കുറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ബേഡ്സ് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഒത്തിരി എന്ന് വെച്ചാൽ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു കയ്യിൽ തന്നെ ഒരു 5-6 എണ്ണമൊക്കെ ഒത്തു വരുന്നതായിരിക്കും. എത്ര പേര് കയറിയാലും ശരി അത്രയ്ക്കും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം വളരെ കുറവാണ്. എടുക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു.
അതൊന്നും എടുത്തില്ല. കയ്യിൽ വന്നിരുന്നു. അവർക്ക് പേടിയൊന്നുമില്ല, അവർ പ്രാക്ടീസ് ആയി കഴിഞ്ഞു. കാനിക്രൂസിനെ കൊണ്ടുവന്ന് വെളിയിൽ കെട്ടിയിട്ടുണ്ട്. മറ്റേ വില്ലനെ തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ പിടിക്കലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് കടിക്കാൻ ചാൻസ് ഉണ്ട്, അത് വേറെ ആരും തൊട്ടാൽ അതിന് ഇഷ്ടമാവത്തില്ല എന്നൊക്കെ പറഞ്ഞു തുറന്നു വിട്ടിട്ട്. കുറച്ച് നേരം അവൻ്റെ കളിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അടുത്ത സെക്ഷനിലോട്ട് പോയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല വികൃതിയാണ്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതാണ്. നല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, കയ്യിൽ നിൽക്കുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് നേരം വെച്ചിരുന്നു. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വയ്യ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും പറയണേ. ടാറ്റാ.